ആലപ്പുഴയിലെ നിർമ്മാണം വൈകുന്ന പാലങ്ങളുടെ പുരോഗതി വിലയിരുത്താൻ മുൻ മന്ത്രി ജി സുധാകരൻ സന്ദർശനം നടത്തുകയാണ്. പാർട്ടി നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്നതിനിടയിലാണ് സുധാകരന്റെ സന്ദർശനം. ആലപ്പുഴയിലെ പാലങ്ങളുടെ നിർമ്മാണം വൈകുന്നതിൽ ജനകീയ പ്രതിഷേധവും ഒക്കെ ഉയരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതിനിടയിലാണ് പാർട്ടി നേതൃത്വവുമായി അഭിപ്രായ വ്യത്യാസങ്ങളുള്ള സമയത്ത് അതിന്റെ നേതൃത്വവുമായി ഒരു ഇടഞ്ഞു നിൽക്കുന്നതിനിടത്തിൽ ജി സുധാകരൻ സന്ദർശനം നടത്തുന്നത്. ഏത് തരത്തിലുള്ള പരാമർശങ്ങളായിരിക്കും ഇതിനുശേഷം മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തുക എന്നതുകൂടി ഉറ്റുനോക്കുന്നുണ്ട്. ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, സന്ദർശനത്തിന് മുമ്പ് എന്തെങ്കിലും തരത്തിൽ അദ്ദേഹം പ്രതികരിച്ചിരുന്നോ? അപർണ, ഇതിലെ ഈ സന്ദർശനത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് പാർട്ടി നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന ജി സുധാകരൻ പ്രായപരിധിയുടെ പേരിൽ ഒഴിവാക്കപ്പെട്ടു നിൽക്കുന്ന ഒരാൾ മാത്രമല്ല, ഇപ്പോൾ നമുക്കറിയാം സംഘടിതമായ ഒരു സൈബർ ആക്രമണം ഇവിടുത്തെ പ്രാദേശികമായ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെയൊക്കെ മറികടക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കം എന്നുള്ള രീതിയിൽ തന്നെ വേണം ഈ ഒരു സന്ദർശനത്തിന് കരുതാൻ. താൻ കൂടുതൽ കരുത്തനാണ് എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഉള്ളത് പെരുമ്പളം പാലത്തിലാണ്. പെരുമ്പളം നിർമ്മാണം പൂർത്തിയായ പെരുമ്പളം പാലത്തിന്റെ ഭാഗങ്ങൾ അദ്ദേഹം സന്ദർശിക്കുകയാണ്. വളരെ നാളുകളായി ഉള്ള ജനങ്ങളുടെ ആവശ്യമായിരുന്നു ഈ പാലവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു പാലം, പെരുമ്പളം ദ്വീപിലേക്ക് ഒരു പാലം നിർമ്മിക്കണം എന്നുള്ള ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിയാണ് ജി സുധാകരൻ പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന ഘട്ടത്തിലാണ് ഈ പെരുമ്പളം പാലത്തിന്റെ നിർമ്മാണം കോടികൾ ചെലവഴിച്ചുകൊണ്ടുള്ള അത്തരത്തിലുള്ള നിർമ്മാണത്തിലേക്ക് കടക്കുകയും അതിന്റെ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത്. നമുക്ക് ആലപ്പുഴയിലെ തന്നെ പല പ്രധാനപ്പെട്ട നിർമ്മാണങ്ങളിലെല്ലാം തന്നെ അദ്ദേഹം പൊതുമരാമത്ത് മന്ത്രിയായിരുന്നപ്പോഴാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പക്ഷേ ഉദ്ഘാടന ഘട്ടങ്ങളിൽ പോലും അദ്ദേഹത്തിന്റെ പേര് പോലും പരാമർശിക്കാത്ത രീതിയിൽ ഒഴിവാക്കുന്നതായാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ആ സംഭവത്തിൽ ആ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ അങ്ങനെ ഒരു ഒതുക്കി തീർക്കലിന് ഉള്ള ഒരു രീതിയാണെങ്കിൽ അതിന് വിട്ടുകൊടുക്കാൻ ഇല്ല എന്നുള്ളൊരു അങ്ങനെ ഒരു സന്ദേശം കൂടി സന്ദർശനത്തിന് ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ബോധപൂർവം തന്നെ ഒതുക്കാനാണ് ശ്രമമെങ്കിൽ അങ്ങനെ അദ്ദേഹം അവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് പറഞ്ഞത്, എന്നെ നാട്ടുകാർ വിളിച്ചു ഈ ഒരു നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അത് വിലയിരുത്തുന്നതിനും ഒപ്പം തന്നെ അത്തരം കാര്യങ്ങൾ സന്ദർശിക്കുന്നതിനും എന്നെ പെരുമ്പളത്തെ നാട്ടുകാർ വിളിച്ചു, ആ നാട്ടുകാരുടെ ഇടയിലേക്ക് ഞാൻ പോവുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞ വാക്ക്. ആ വാക്കിൽ തന്നെ അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ CPM KPCCയുടെ പരിപാടിയിലൊക്കെ പങ്കെടുത്തപ്പോൾ തന്നെ വളരെ രൂക്ഷമായ സൈബർ ആക്രമണം അദ്ദേഹം നേരിട്ടിരുന്നു. അതിൽ തന്നെ പ്രാദേശികമായി ഉള്ള ഒരു സംഘടിതമായ ആക്രമണമാണ് അത് തനിക്കെതിരെ ഉള്ളത് എന്നുള്ളത് അദ്ദേഹം പറയുകയും പൊളിറ്റിക്കൽ ക്രിമിനലിസമാണ് അതിന് പിന്നിൽ എന്നുള്ളത് അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തിരുന്നു. ആ ഒരു സാഹചര്യത്തിലൊക്കെയാണ് ഇപ്പോൾ ഒരു പെട്ടെന്നൊരു സന്ദർശനം, അതായത് ഇന്നിപ്പോൾ സന്ദർശിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ പെരുമ്പളം പാലവും ഒപ്പം തന്നെ ആലപ്പുഴയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പാലങ്ങളിലൊന്നായ ഏറ്റവും മനോഹരമായ നിർമ്മിതികളിലൊന്നായ മുപ്പാലവും ആണ്. മുപ്പാലും നാൽപ്പാലമായി നവീകരിച്ചിട്ടുണ്ട്. ആ ഒരു പാലവുമാണ് അദ്ദേഹം ഇപ്പോൾ സന്ദർശിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇത് മറ്റൊരു സന്ദേശം നൽകുന്നുണ്ട് എന്ന് തന്നെ വേണം നമ്മൾ വിലയിരുത്താൻ അപർണ. ആ ഒരു രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും വിട്ടുവീഴ്ചയ്ക്കില്ല എന്നുള്ള സന്ദേശം ഈ ഒരു അദ്ദേഹത്തിന്റെ സന്ദർശനത്തിന് പിന്നിൽ ഉണ്ട് എന്ന് തന്നെ വേണം. ശരണ്യ, പൊതുമരാമത്ത് വകുപ്പിനെതിരെ ഇതിനു മുൻപും വിമർശനങ്ങളൊക്കെ മടിയില്ലാതെ നടത്തിയിരിക്കുന്ന ഒരാൾ കൂടിയാണ് ജി സുധാകരൻ. സ്വാഭാവികമായിട്ട് ഈ നിർമ്മാണം വൈകുന്ന പാലങ്ങൾ ജനങ്ങളുടെ പ്രതികരണമൊക്കെ അദ്ദേഹം തേടുന്നുണ്ടാകുമോ? മാധ്യമങ്ങൾക്ക് മുന്നിൽ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരാമർശങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുമുണ്ട് ഇപ്പോൾ, അല്ലേ? അതാണ്, അതായത് ഇത്തരത്തിൽ ഇപ്പോൾ പലയിടങ്ങളിലുമുള്ള നിർമ്മാണങ്ങൾ വിലയിരുത്തപ്പെടുന്നു. നമുക്കറിയാം, ഒരു സംസ്ഥാനത്ത് തന്നെ കഴിഞ്ഞ ഒരു തിരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളായി എടുത്തു കാണിക്കാൻ കഴിഞ്ഞത് ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഒരു ഡെവലപ്മെന്റ് തന്നെയായിരുന്നു. അതായത് ഈ റോഡുകളുടെയും പാലങ്ങളുടെയും ഒക്കെ നിർമ്മാണം, അത് കേരളത്തിൽ വരുത്തിയ ഒരു വലിയ മാറ്റം. പ്രത്യക്ഷ വികസനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകളിൽ ഒന്നാണ് പൊതുമരാമത്ത് വകുപ്പ്. അതുകൊണ്ട് തന്നെ ജനങ്ങളിലേക്ക് പെട്ടെന്നൊരു ഇംപ്രഷൻ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ള
എന്നുള്ളതാണ്. അതിൽ കഴിഞ്ഞ തവണ നമുക്ക് ജി സുധാകരൻ അത്രയധികം കഠിനാധ്വാനം ചെയ്തുകൊണ്ട് ആ വകുപ്പിനെ നവീകരിക്കുന്നതിനും ഒപ്പം തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനുമൊക്കെ വളരെയധികം ഇനിഷ്യേറ്റീവ് എടുത്ത കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പിൽ തന്നെ അത് വിജയത്തിലേക്ക് എത്തിക്കുന്ന രണ്ടാമതൊരു സർക്കാരിന്റെ വിജയത്തിലേക്ക് എത്തിക്കുന്നതിന് വലിയ ഒരു കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുള്ള ഒരു വകുപ്പുമായിരുന്നു. പക്ഷേ പിന്നീട് വന്ന തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം ജി സുധാകരന് ഉൾപ്പെടെയുള്ളവർ പ്രായപരിധിയുടെ കാര്യങ്ങൾ പറഞ്ഞ് വളരെ സജീവമായ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിൽക്കുമ്പോഴും പ്രായപരിധിയുടെ കാര്യം പറഞ്ഞ് പ്രധാനപ്പെട്ട ആളുകൾ ആ ഒരു മാനദണ്ഡം ചൂണ്ടിക്കാട്ടി ഒഴിവാക്കപ്പെടുന്നു. എന്നിട്ടും ആലപ്പുഴയിൽ അത് മറ്റൊരു രീതിയിലുള്ള ഒരു സ്ഥിതിവിശേഷമായി മാറിയിരുന്നു. അതായത് ജി സുധാകരൻ എന്ന വ്യക്തിയുടെ ഒരു അപ്രമാദിത്വം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നിന്നൊരു സംവിധാനത്തെ പൂർണ്ണമായി അട്ടിമറിക്കപ്പെട്ടുകൊണ്ട് പുതിയൊരു സംവിധാനം പുതുനിര കടന്നു വരികയായിരുന്നു. പക്ഷേ ആ ഒരു പുതുനിര മാറ്റത്തിനപ്പുറത്തേക്ക് സംഘടിതമായ ഒരു ആക്രമണം ജി സുധാകരനെ കേന്ദ്രീകരിച്ച് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും ഒരു മോശം കാര്യം എന്ന് തന്നെ നമുക്ക് ചൂണ്ടിക്കാണിക്കാം. അത്തരത്തിലൊരു സംഘടിതമായ ആക്രമണത്തിലേക്ക് വന്നപ്പോൾ പല ഘട്ടങ്ങളിലും പൊട്ടിത്തെറിക്കുന്ന ജി സുധാകരനെ നമ്മൾ കണ്ടു. ഒപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങൾ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ ഘട്ടത്തിൽ പോലും അദ്ദേഹം പറഞ്ഞത് പ്രായപരിധി മാനദണ്ഡം അത് പലപ്പോഴും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചുള്ള താൻ പങ്കെടുക്കുന്ന പരിപാടികളുടെ അടക്കം എണ്ണം ചൂണ്ടിക്കാണിച്ചാണ്. കഴിഞ്ഞ ഒരു ടേമിൽ ഈ കഴിഞ്ഞ ഒരു വർഷത്തെ കണക്കെടുത്താൽ 1400ഓളം പരിപാടികളിൽ ഞാൻ പങ്കെടുത്തു, അത് ഈ പാർട്ടിക്ക് വേണ്ടിയാണ് പങ്കെടുത്തത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ പോലും നിലവിലത്തെ സംവിധാനങ്ങൾ നിലവിലത്തെ ജില്ലാ നേതൃത്വം അടക്കം കാണിക്കുന്ന കാര്യങ്ങൾ കടുത്ത അതൃപ്തനാണ് അദ്ദേഹം എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കാരണം നിർമ്മാണം വൈകുന്ന പാലങ്ങളിൽ സന്ദർശനം നടത്തുന്നു ജി സുധാകരൻ. പാർട്ടി നേതൃത്വമായി ഇടഞ്ഞു നിൽക്കുന്ന സമയം കൂടിയാണ്. തന്നെ ഒതുക്കാൻ ആരും ശ്രമിക്കേണ്ട എന്നുള്ള ഒരു സന്ദേശം കൂടി നൽകിയിട്ടാണോ ഈ സന്ദർശനം എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. ഇത്